വേദയ്ക്ക് സ്കൂളുണ്ടേ. രാവിലെ എണീറ്റപ്പോൾ നല്ല മഴ. രാവിലെ എഴുന്നേൽക്കാനേ തോന്നുന്നില്ല. 5:45 അലാം വയ്ക്കും. 6-6:15 ആകുമ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി വരും കേട്ടോ. എനിക്ക് എണീറ്റ് താഴേക്ക് വരാനേ തോന്നുന്നില്ല. പക്ഷേ വന്നല്ലേ പറ്റുമോ, വേദയ്ക്ക് 7:30 സ്കൂളിൽ പോകണ്ടേ. അങ്ങനെ താഴേക്ക് എണീറ്റ് വന്നിട്ട് ഇന്ന് വേദയ്ക്ക് എന്താ കൊടുത്തു വിടുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. വേദയുടെ ലഞ്ച് ബോക്സ് എന്താണെന്ന് നോക്കിയാലോ. ലഞ്ച് ബോക്സ് പാക്ക് ചെയ്താലോ. അപ്പോൾ വേദയ്ക്ക് ഇന്ന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. ഇന്ന് ഇഡ്ഡലി സാമ്പാറാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് തന്നെ വേദയ്ക്ക് മതിയെന്ന് പറഞ്ഞു. സാമ്പാർ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുക്കറിലിട്ട് പരിപ്പും സാധനങ്ങളൊക്കെ വേവാനായിട്ട് വച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കരുതി നമുക്ക് ഇഡ്ഡലി അവിക്കാമെന്ന്. ഇഡ്ഡലി സാധാരണ ഞാൻ മാവ് അരയ്ക്കാറാണ് പതിവ്. ഇപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ട് ഇന്നലെ പോയി ഇഡ്ഡലി മാവ് വാങ്ങി. ഇവിടെ നമ്മുടെ വീടിനടുത്ത് ഒരു മില്ലുണ്ട് കേട്ടോ. അവിടെ ചെന്ന് ഈ ഇഡ്ഡലി മാവ് വാങ്ങിച്ചാൽ ഇഡ്ഡലിക്ക് സൂപ്പറാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇന്നലെ ഇഡ്ഡലി മാവ് വാങ്ങി കുറേ ദിവസമായി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കരുതി ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യുകയാണ്. നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഇഡ്ഡലി വേവിച്ചാൽ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും പെട്ടെന്ന് തന്നെ അത് ഇളകി വരികയും ചെയ്യും. എണ്ണ തടവി ഇഡ്ഡലി ഒഴിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് നെയ്യ് തടവിയിട്ടുള്ള ഇഡ്ഡലി കേട്ടോ. അപ്പോൾ എന്തായാലും ഇഡ്ഡലി തട്ടിൽ ഞാൻ നെയ്യ് തടവിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞ് ഇഡ്ഡലി തട്ടിലാണ് വെച്ചിട്ട് 2 സ്റ്റെപ്പായിട്ട് അവിക്കുമ്പോഴേക്കും നമുക്ക് ധാരാളമാവും കേട്ടോ. 4-4 8, പിന്നെ ഒരു പ്രാവശ്യം കൂടെ വയ്ക്കാം. അപ്പോൾ വേദയ്ക്ക് സ്കൂളിൽ കൊടുത്തുവിടണ്ടേ, അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ. അല്ലെങ്കിൽ 4-4 8 ഞാൻ ചിലപ്പോഴേ കഴിക്കത്തുള്ളൂ. എനിക്ക് ഇഡ്ഡലിയെക്കാട്ടി ദോശയാണ് കൂടുതൽ ഇഷ്ടം. ഇഡ്ഡലി സാമ്പാർ ഇഷ്ടമുള്ളൊരു താഴെ കമൻറ്റ് ബോക്സിൽ വായോ. എനിക്ക് ദോശയും സാമ്പാറാണ് ഇഷ്ടം. മുന്നേ ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടം കേട്ടോ ദോശയും സാമ്പാറും കഴിക്കാനായിട്ട്. പിന്നെ ഒരു രസവടയും ചമ്മന്തി ഓംലെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റ് തന്നെ, അത് വേറെ കാര്യം. എന്തായാലും ഇന്നിപ്പോൾ ഇഡ്ഡലി സാമ്പാറാണ്. അങ്ങനെ നല്ല കിടിലം ഇഡ്ഡലി മാവ് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിക്കുകയാണ്. എന്നിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുക്കറിൽ വിസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കുക്കറിൽ പരിപ്പും കൊച്ചുള്ളിയും അമരയ്ക്കൊക്കെ ഇട്ടിട്ട് ആദ്യം വേവിക്കും. എന്നിട്ട് പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് ഒരു വിസിലേക്കുമ്പോഴേക്കും നമ്മുടെ സാമ്പാർ റെഡി. പിന്നെ മല്ലിയും മുളകും എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചുകൂടെ ഇടും. അപ്പോഴേക്കും സാമ്പാർ റെഡി കേട്ടോ. ഇത് നോക്കി എന്ത് നീറ്റായിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ നിന്ന് വന്നു. അത് ഇഡ്ഡലി ഒന്ന് തണുത്ത ശേഷം ഇങ്ങനെ ഇളക്കിയിടുക കേട്ടോ, അല്ലെങ്കിൽ പട്ടി കടിച്ച് പറിച്ചതുപോലെ ആയിപ്പോവും. ഒന്ന് തണുത്ത ശേഷം സ്പൂൺ കൊണ്ട് ഇളക്കിയിടുമ്പോഴേക്കും കറക്റ്റ് നല്ല ഷേപ്പിന് കിട്ടും. എന്നിട്ട് വേദയ്ക്ക് 2 ഇഡ്ഡലി കൊണ്ടുപോകാനായിട്ട് എടുത്ത് വയ്ക്കുകയാണ്. അതാണ് അവളുടെ ലഞ്ച് ബോക്സ്. അത് കഴിഞ്ഞിട്ട് വേദയ്ക്ക് സാമ്പാർ കൂടെ കൊടുത്തു വിടേണ്ടേ ഒരു കുഞ്ഞു പാത്രത്തിൽ സാമ്പാർ കോരി വയ്ക്കുകയാണ്. ഇത് അവൾ അതുപോലെ തിരിച്ചു കൊണ്ടുവരും. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് കൊടുത്തു വിടുന്നു എന്ന് മാത്രം. ആ കഷ്ണങ്ങളെല്ലാം ഒന്ന് സ്മാഷ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊടുത്തു വിടുന്നത്. എന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് മൂടി വെച്ചു എന്ന് മാത്രം. ഇനി വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ടേ, സ്കൂളിൽ പോകാനുള്ള സമയമായി. 2 ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സാമ്പാറും ചൂട് ഇഡ്ഡലിയും. ആഹാ, ഇതും കൊള്ളാം കേട്ടോ. ദോശയും സാമ്പാറും മാത്രമല്ല, ഇഡ്ഡലി സാമ്പാറും കൊള്ളാം. പക്ഷേ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ദോശയും സാമ്പാറും.